ഈ ലൈറ്റിങ്ങിന്റെ കേസ് നമുക്ക് അതിലൊരു സീൻ ഉണ്ടല്ലോ, മമ്മൂട്ടിന്റെ ലൈറ്റ് മാറ്റിയിട്ട് 2 ഇമോഷൻ കാണുന്ന, നമ്മൾ ശ്രദ്ധിച്ചു ഏതു അതല്ല, നമ്മൾ ലാസ്റ്റാന്ന് തോന്നുന്നുണ്ട് ഒരു സീനുണ്ട് ലൈറ്റിൽ ചെറിയ, നമ്മൾ റീൽസിലെല്ലാം കണ്ടിട്ടുണ്ടാവും, ലൈറ്റ് മാറ്റുന്ന സമയത്ത് മുഖത്തിന്റെ ഇമോഷൻ മൊത്തം മാറുന്ന അതുണ്ടല്ലോ. നമ്മളെ ലൈറ്റിങ്ങിൽ നമ്മൾ ഇമോഷൻസ് കറക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ലൈറ്റ് ഏതാ? കോമൺ ആയിട്ട് നമ്മൾ ടോപ്പ് ലൈറ്റ് കാണുന്നത്. കാരണം സൺ എപ്പോഴും മേലെയാണ്. നമ്മൾ നോർമലി ഒരാളെ കാണുന്നത് എപ്പോഴും ലൈക്ക് മേലെ നിന്ന് താഴേക്ക് ലൈറ്റ് അടിക്കുന്ന പോലെ കാണാം. ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ ഹൊറർ സിനിമയിൽ ലൈറ്റിങ് ശ്രദ്ധിച്ചിനോ? താഴ്ന്ന് മേലേക്കാണ്. അർജുന അശോകൻ ആ തട്ടുംപുറത്ത് കേറിയിട്ട് ഇതിനെ ചങ്ങലന്റെ സൗണ്ട് കേട്ടിട്ട് മേലെ കയറി വെക്കൂലെ, ഈ ടൈമിൽ ഇയാള് ലൈറ്റ് താഴെ പിടിക്കുന്നത് കറക്റ്റ് ഇവിടുന്ന് ഇങ്ങോട്ട്. കാരണം എന്താ പറയുക, ഇവിടുന്ന് ലൈറ്റ് അനക്കുന്ന സമയത്ത് ആ മുഖത്തിന്റെ ഇത് മാറൂലേ? കാരണം എന്താ പറയുക, ഈ താഴ്ന്ന് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഈ നമ്മളെ മൂക്കിന്റെ ഹോള് ഇതൊക്കെ ഭയങ്കര ആണ്. പണ്ട് നമ്മളെ പേടിപ്പിക്കൂലേ ടോർച്ച് എത്തിച്ചിരിക്കുന്ന, അതാണ് സംഭവം. ഇമോഷൻസ് മാറ്റാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കളറ് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റിംഗിൽ ടോപ്പ് ആയതുകൊണ്ടായിരിക്കും. ഇമോഷൻസ് കറക്റ്റ് ക്യാപ്ചർ ചെയ്യണ്ടേ, അത്രേ ഉള്ളൂ. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പണ്ടത്തെ അല്ല, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, നമുക്ക് ആ പേടി എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. പിന്നെ ഇവർ ആർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കളേഴ്സില് പണ്ടത്തെ കാലഘട്ടമാണ്, ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും ഈ പണ്ടത്തെ കാലഘട്ടം കാണിക്കുന്നതിൽ ആർട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തതും ക്രിറ്റിസിസം അല്ലാണ്ട് കേട്ടിട്ടില്ല, ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട പാടാണ് അന്വേഷിപ്പിൻ കണ്ടതും. പക്ഷെ കണ്ടപ്പം അതിന്റെ കളറിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണോ അതോ ഓവറായിട്ട് പഴയകാലം കാണിക്കാൻ ഒരു എവിടെയോ ഒരു നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓവറായിട്ട് ആർട്ട് നല്ലോണം ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ചെയ്തു വെച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വന്നെന്താ വെച്ചാല് ഡ്രസ്സിങ്ങില് പെർഫെക്ഷൻ ഉണ്ട്. അതിൽ തന്നെ വണ്ടി കാണിക്കുന്നുണ്ട്, കുറെ പഴയ വാഹനങ്ങൾ കാണിക്കുന്നുണ്ട്, അതിൽ ഭയങ്കര പെർഫെക്ഷൻ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ചില സെറ്റുകൾ കാണുമ്പോൾ ചിലത് അവിടെ വെക്കാൻ വേണ്ടി പഴയ കലണ്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് ഒരു ചന്തയാണ്, ചെറിയൊരു കവലയാണ്. അപ്പൊ അതിന്റെ അകത്ത് ആവശ്യമില്ലാതെ ഒരു ചരക്ക് കൊണ്ട് ഒരു കാളവണ്ടി കൊണ്ട് ചെറിയ നാടാ ഒരു 2 കടയുള്ള ഒരു നാട്ടില് അത്രയും വലിയൊരു ബുള്ളോ കാർട്ട് കാണിക്കേണ്ട ആവശ്യം, വലിയ കാളവണ്ടി അല്ല വലിയ ഉന്തുവണ്ടി കാണിക്കേണ്ട ആവശ്യം, അത് കുറച്ച് ഓവർ ആണ്. നമ്മൾ ഈ ചില പടങ്ങളിലെല്ലാം ഈ ഒരാള് ഇടിച്ചു കഴിഞ്ഞാൽ കല്ല് തെറിക്കുമ്പോ ചില കല്ലൊക്കെ നമുക്ക് ഫീൽ ആവൂലേ, ഇത് തെർമോക്കോളാണ്. അപ്പൊ ചില സാധനങ്ങളൊക്കെ അങ്ങനെ ഫീൽ ആയിട്ടുണ്ട് ആ പടത്തില്. അതായത് ഒരു വാള് കാണിക്കുമ്പോൾ പഴയ ഒരു ഗ്രാമത്തിൽ ഒരു ചായക്കടയിൽ ഒരു വാള് കാണിക്കുകയാണെങ്കിൽ അതിലെന്തോ ഒരു സഞ്ചി തൂക്കിയിട്ട് തോന്നിക്കണം, പഴയ കലണ്ടർ വേണം, ഇങ്ങനെയാണ് പണ്ട് എന്നുള്ളത്. അതെ, അത് വേണ്ട, അത് ഓവറായിട്ട് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെ തോന്നുമ്പോൾ പിന്നെ അതിന്റെ കളറും കൂടെ വന്നപ്പോ ഒരു മിസ്മാച്ചിങ് തോന്നി. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ പടം മാക്സിമം ഒരു ട്രൈ ചെയ്തിട്ടുണ്ട്. ആർട്ട് നല്ലൊരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട്, നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടെ പെർഫെക്ഷൻ വരാനുണ്ട് ചിലപ്പോൾ ഒരു. പക്ഷെ ആ കാലഘട്ടം ഒരിക്കലും നമ്മൾ കളറിൽ കണ്ടിട്ടില്ല. 80s മുന്നാണ്. അല്ല, നമ്മൾ ആ കാലഘട്ടത്തോട് നിർത്തിച്ചു വെച്ചിട്ടില്ല പടം. ഇല്ല ഇല്ല ഇല്ല, അതാണ് എനിക്ക് ഫീൽ ആയത്. പടം ലൈക്ക് ഓക്കെ ഞാൻ ഈ കാലഘട്ടത്താണ് ഉള്ളത് എന്നുള്ള ഒരു തോട്ട് വന്നിട്ടില്ല. പക്ഷെ മറ്റേടത്താണ് ഇപ്പൊ ബ്രഹ്മയുഗത്തിന്റെ എടുക്കുകയാണെങ്കിൽ ബ്രഹ്മയുഗത്തിൽ നമ്മൾ അങ്ങോട്ടേക്ക് ട്രാവൽ നമ്മളെ കൊണ്ടുപോയി മന എന്നുള്ള ഒരു കോൺസെപ്റ്റ് കറക്റ്റ് നമ്മളെ ഉള്ളില് എന്താണ്, ഒരു വൈൽഡ് ആയിട്ടുള്ള വീടിന്റെ ഉള്ളിൽ ചെടിയും ഇതൊക്കെ വന്നത്, പൊട്ടിയത്, ഓട് പൊട്ടി, വൃത്തിയില്ലാത്തത്. ഈ അടുക്കളയിൽ ഇയാള് തുപ്പുന്നൊക്കെ ഉണ്ട്, ഒരു ഭയങ്കര ഒരു നമുക്ക് ഡിസ്ഗസ്റ്റിംഗ് ആയിട്ടുള്ള ഫീല്. പക്ഷെ ആ മന പഴയ ഒറ്റക്ക് താമസിക്കുന്ന ഒരു മന, ഒരു ഹൊറർ എന്തോ പരിപാടി, മിത്തുള്ളൊരു വീട്, മേലെ ആരോ ചങ്ങലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നുള്ള പറയപ്പെടുന്ന വീട്. അതെന്താ അറിയോ, കൊണ്ടുവന്നു ആ വീട്ടില് നമുക്ക് അടുത്ത സ്ട്രക്ചറും പഠിച്ചു വെക്കാൻ പറ്റൂല, അങ്ങനത്തെ വീടാ. എവിടേക്കോ പോയി ഇത് ഓക്കെ നമ്മള് ഇന്നൊക്കെയാണ് വീട് കഴിഞ്ഞ് ഇല്ല. സ്റ്റിൽ ആ ആർട്ട് നമ്മളെ വിശ്വസിപ്പിക്കുന്നതിൽ സക്സസ് ആയെന്ന് വെച്ചാൽ അതിന്റെ എക്സ്റ്റീരിയർ സെറ്റ് ഇട്ടതാണ്. നമ്മള്
വരിക്കാശ്ശേരി മന കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതിന്റെ കുറെ ഇന്റീരിയേഴ്സ് വരിക്കാശ്ശേരി മന ഷൂട്ട് ചെയ്തത്. സ്റ്റിൽ നമ്മളത് ഫീൽ ചെയ്യിപ്പിക്കാണ്ട് എക്സ്റ്റീരിയറും ഇതും കൂടെ സിങ്ക് ചെയ്ത് കറക്റ്റ് കൊണ്ടുവന്നിട്ട് ആർട്ട് ടീം 100% വിജയിച്ച പടം. പിന്നെ വരിക്കാശ്ശേരി മന എന്നുള്ള എനിക്ക് വരിക്കാശ്ശേരി മന. ഇതെങ്ങനെ അറിയോ, അശോകൻ പോയിട്ട് കിടക്കാൻ വേണ്ടി റൂം കൊടുക്കൂലേ, അശോകൻ സന്തോഷത്തിലുള്ള അയ്യോ കിടക്കാലോ, പക്ഷെ ഞാൻ ഇതെങ്ങനെ ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങുക, അയ്യോ കച്ചറയാണല്ലോ, ആ ഒരു ടെൻഷൻ നമുക്ക് ആ ടെൻഷനാ, അയ്യോ സീനെന്നൊക്കെ. പിന്നെ ആ ചിക്കൻ കറി വെക്കുന്നതും അതൊക്കെ നമുക്ക് ഓക്കെ, എന്ത് മുറിക്കാത്ത ചിക്കനല്ല കൊണ്ടിടുന്നത്, അങ്ങനെ എന്തൊക്കെയാണ്. പടം അടിപൊളിയാണല്ലോ. സ്പോയിലേഴ്സ് ആവുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ.